ഈ ജന്മം പ്രജകൾക്കുള്ളതും അടുത്ത ജന്മം നിനക്കുള്ളതും. എത്ര നല്ല ആത്മവഞ്ചന! എന്നെ പ്രണയിച്ചില്ലെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയാമോ? മറുപടി പറയാൻ ധൈര്യമില്ലാതെ നീ സ്വയം വഞ്ചിക്കുകയാണ്. നിന്റെ ജീവിതത്തെക്കാൾ, നിന്റെ സന്തോഷത്തെക്കാൾ, നമ്മുടെ പ്രണയത്തേക്കാൾ പ്രധാനം നിനക്ക് ഈ പ്രജകളാണെങ്കിൽ എന്റെ മനസ്സിലെ പ്രണയത്തെ ബലികഴിപ്പിച്ച് ഞാൻ നിന്നോടൊപ്പം നിൽക്കില്ല. പോകുന്നു. ഈ ജീവിതത്തിൽ നമുക്ക് വിവാഹമില്ല. അവസാനം വരെ രുദ്രദേവനായി തന്നെ കഴിയും. കാകതീയ പ്രജകൾക്ക് വേണ്ടി സ്വന്തം സുഖ സന്തോഷങ്ങളാണ് അങ്ങ് ത്യാഗം ചെയ്തത്. താങ്കളെ പോലൊരു സ്ത്രീ ശക്തിയെ കണ്ണുനിൽ കാണാൻ കഴിഞ്ഞതും ഒരുമിച്ച് ഇടപഴകാൻ കഴിഞ്ഞതും ഞാൻ ചെയ്ത പുണ്യം. എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടതില്ല. സ്വന്തം കർത്തവ്യത്തിന് പ്രാധാന്യം കൊടുക്കൂ. ഏതു പുരുഷന്റെ പേര് കേട്ടാണ് കാകതീയ പ്രജകൾ സമാധാനമായി ഉറങ്ങുന്നത്? ഏതു പുരുഷന്റെ പേര് കേട്ടാണ് താങ്കളെപ്പോലുള്ളവർ നിദ്രയിൽ പോലും ഭയന്ന് വിറച്ചുണരുന്നത്? ആ പുരുഷൻ രുദ്രദേവൻ. പുരുഷനല്ല, സ്ത്രീയാണ് രുദ്രമദേവി. 25 വർഷങ്ങളായി നമ്മെല്ലാം വഞ്ചിക്കുകയായിരുന്നു ഗണപതി ദേവ. ഇനി കണ്ടോ ഈ മഹാരഹസ്യം എങ്ങനെയാണ് തകർക്കാൻ പോകുന്നതെന്ന്. ആദ്യം ഈ മഹാരഹസ്യം ഇവിടെ എത്തിച്ചു തന്ന മദനികയെ എന്ത് നൽകിയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ പോകുന്നത്? നീ ആ മഹാദേവന്റെ ദാസിയാണെന്ന് വളരെ വൈകിയാ ഞങ്ങൾ അറിഞ്ഞത്. ഒരു സമയത്ത് ഒരാളെ സേവിക്കാൻ പാടുള്ളൂ. 2 പേരെ സേവിക്കാൻ നോക്കിയാൽ ഇതായിരിക്കും ഗതി. ഈ മഹാരഹസ്യമാണ് നമ്മുടെ ബ്രഹ്മാസ്ത്രം. ശിവദേവ, പതിവിലും ആവേശത്തോടെയാണ് ഹരിഹരമുരാരികൾ എത്തിയിരിക്കുന്നത്. കുബുദ്ധിയായിരിക്കും. ഗണപതി വർമ്മ ചക്രവർത്തി ഇന്നൊരു പ്രധാന പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. പ്രഖ്യാപനമോ? എന്താണാവോ? പുതിയ ക്ഷേത്രം പടുത്തുയർത്താൻ പോവുകയാണോ? കോട്ട ചുമരുകൾക്ക് കിളിവാതിൽ നിർമ്മിക്കാൻ ഭാവമുണ്ടോ? അല്പം ക്ഷമയോടെ ചക്രവർത്തിയുടെ സന്ദേശം എന്താണെന്ന് ശ്രവിച്ചാലും. ഉത്തരവ്. പ്രഖ്യാപനം നടത്തിയാലും. പ്രിയപ്പെട്ട പ്രജകളെ, സാമന്ത രാജാക്കന്മാരെ, എല്ലാവരുടെയും അനുവാദത്തോടെ അഭിഷിക്തനായി രാജ്യപരിപാലനം നടത്തിവരികയും കാകതീയ സാമ്രാജ്യത്തിന്റെ കീർത്തി 8 ദിക്കിലും എത്തിക്കുകയും ചെയ്ത രുദ്രദേവ യുവരാജന് സർവവല്ലഭ പട്ടാഭിഷേകം നടത്തുവാൻ തീരുമാനിച്ചു. ഭാവി കാകതീയ സർവവല്ലഭൻ രുദ്രദേവൻ എങ്ങനെ യുവരാജന് പട്ടാഭിഷേകം പോലും? യുവരാജൻ മഹാരാജാവാകുമെന്നോ? അത്രയുള്ളോ? ഇനി വേറെ വല്ലതും ഉണ്ടോ? സഭാമര്യാദകൾ പാലിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത് പൂർത്തിയാക്കട്ടെ. മര്യാദ. ആദ്യം നിങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കൂ. അതിനുശേഷം ഞങ്ങൾ തരേണ്ട മര്യാദകൾ വഴിയേ വന്നുകൊള്ളും. ഇത്രയും കാലം നിങ്ങൾ രുദ്രദേവനായി ആരാധിച്ചിരുന്ന യുവരാജൻ പുരുഷനല്ല, സ്ത്രീയാണ്.
അതെ, ജന്മം കൊണ്ട് സ്ത്രീയാണ് രുദ്രമദേവി. പെൺകുട്ടിയെ ആൺകുട്ടിയാണെന്ന് പ്രഖ്യാപിച്ചത് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും വേണ്ടിയാണ്. കാകതീയത്തിന്റെ സുപരിപാലനം വരും തലമുറയ്ക്ക് നൽകാൻ വേണ്ടിയാണ് രുദ്രമദേവിയെ രുദ്രദേവ യുവരാജനായി അഭിഷിക്തനാക്കിയത്. അത് പ്രജകളുടെ സങ്കടങ്ങൾ അകറ്റാൻ വേണ്ടിയായിരുന്നു. കാകതീയ നാളുകളെ സ്വർണവർണ്ണമാക്കിയ രുദ്രമദേവിക്ക് കാർത്തിക പൗർണമി ദിനത്തിൽ ആഘോഷപൂർണമായ പട്ടാഭിഷേകം നടത്തി നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതാണ്. ഇതോടെ സഭ അവസാനിച്ചിരിക്കുന്നു. അവസാനിച്ചത് സഭയല്ല, ഇവരുടെ രാജ്യാവകാശമാ. രുദ്രദേവൻ രുദ്രദേവിയായി. ഇരുപത്തഞ്ച് വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന ആഗ്രഹം ഒരു ക്ഷണത്തിൽ തകർത്ത് കളഞ്ഞല്ലോ ശിവദേവ. ഇതോടെ എല്ലാം കഴിഞ്ഞെന്നാണോ കരുതുന്നത്? പിടക്കോഴി കൂവി സൂര്യനുദിക്കാൻ പോകുന്നില്ല. പ്രഖ്യാപിച്ചത് കൊണ്ട് പട്ടാഭിഷേകം നടക്കാനും പോകുന്നില്ല. കാട്ടിത്തരുന്നുണ്ട് ഞങ്ങളുടെ പ്രഭാവം. സ്ത്രീയെ ആനയിച്ച് ഞങ്ങളുടെ തലയിൽ കയറ്റി ഇരുത്തരുത്. അവർ പറയുന്നത് സത്യം തന്നെയാണ്. സ്ത്രീകൾക്കുള്ള സ്ഥാനം ഇവിടെയാണ് അവർക്കുള്ള സ്ഥാനം. അമ്പദേവ, നമ്മുടെ സമക്ഷത്തിൽ നമ്മുടെ പുത്രിയെ അപമാനിക്കുന്നു. നിന്നെ നാം തിരുമനസായാസപ്പെടണ്ട. ആജ്ഞ നൽകിയാലും എനിക്ക് അവരുടെ ശിരസ് വെട്ടി അവിടുത്തെ പാദങ്ങളിൽ വെക്കാൻ ഞാൻ. ഹേ പ്രസാദാദിത്യ, അംബരാജന്റെ ശിരസിനോടൊപ്പം ഞങ്ങൾ സർവരുടെയും ശിരസുകൾ വെട്ടിയെടുത്തോ. ഒരു സ്ത്രീയുടെ മുന്നിൽ തലകുനിച്ച് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. നേരാണ്. സ്ത്രീകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാതെ പോയാൽ എന്തെല്ലാം മഹായുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് താങ്കൾക്കറിയില്ലേ? രാമരാവണ യുദ്ധമാകട്ടെ, കുരുക്ഷേത്ര മഹായുദ്ധമാകട്ടെ, കാരണമാരാണ്? സ്ത്രീ തന്നെയല്ലേ? ആ നാഗമ്പ എന്ന രാജ്ഞി പല രാജ്യങ്ങളും ശ്മശാനമാക്കിയതാണ് ഒരിക്കൽ. അതുകൊണ്ട് ഈ ദേശത്തെ സ്ത്രീ രാജ്യമാക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. കാകതീയ പ്രജകളെ, ശാന്തരാകൂ, ശാന്തരാകൂ. ശിവശക്തിയ യുക്തിയോ യതി ഭവതി ശക്തഃ പ്രവിധം. സ്ത്രീ ശക്തിയില്ലെങ്കിൽ സ്വന്തം ശക്തിക്ക് ക്ഷയം സംഭവിക്കുമെന്ന് കരുതിയാണ് ആ പരമേശ്വരൻ പത്നിക്ക് അർദ്ധഭാഗം നൽകിയത്. ദൈവങ്ങൾ തുല്യസ്ഥാനം നൽകിയ സ്ത്രീമൂർത്തിക്ക് സിംഹാസനം നൽകുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? എന്താണ്? സ്ത്രീകൾക്ക് എന്ത് കുറവാണുള്ളത്? രാമരാവണ യുദ്ധത്തിന് ഹേതുവായത് സീതയല്ല, രാവണൻ എന്ന അസുരനാണ്. കുരുക്ഷേത്ര മഹാരണത്തിന് കാരണം ദ്രൗപദിയല്ല, കൗരവരാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ നാശം അവർ സ്വയം വിളിച്ചു വരുത്തുകയാണ്. ഈ പഴംപുരാണങ്ങളൊക്കെ നിരത്തി ഞങ്ങളുടെ വായടപ്പിക്കുകയാണോ മഹാമന്ത്രി? പുരാണങ്ങളെ പുറന്തള്ളിയാലും ചരിത്രങ്ങൾ മാച്ചുകളയാനാകുമോ സോമരാജൻ? സ്വന്തം മാതൃനാമത്തിൽ വംശത്തെ നിലനിർത്തി പരിപാലിച്ച ഒരു തെക്ക് ദേശ ചക്രവർത്തിനി ഗൗതമി ദേവിയെ നിങ്ങൾ സൗകര്യാർത്ഥം മറന്നുപോയതാണോ? എന്തിന്? ഇപ്പോൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രുദ്രമദേവിയുടെ ഭരണം കണ്ടിട്ട് പോലും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? കരം പിരിച്ചെടുക്കൽ റദ്ദാക്കി, ജലക്ഷാമം നേരിടാതിരിക്കാൻ കർഷകർക്ക് ജലസംഭരണികൾ പണിതു നൽകി, കാർഷികാനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തി, സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള വൈദ്യശാലകൾ നിർമ്മിച്ചു. സുഖവും സന്തോഷവും ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുകയും ചെയ്തു. ഇത് നാളത്തെ ചരിത്രമാണ്, ഭാവി തലമുറയ്ക്കുള്ള ഒരു മാതൃകയാണ്. വിക്രമാബ്ദ ശകം, ശാലിവാഹന ശകം പോലെ രുദ്രമദേവി ശകമെന്ന് സർവരും പറയുമെന്ന് തീർച്ചയാണ്. ഹരിഹര മുരാരി അംബരാജാദികളെ, പല സംവത്സരങ്ങൾക്ക് ശേഷം നിങ്ങളെയോ എന്നെയോ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ
അതിന് നിമിത്തം ഈ ഇരിക്കുന്ന രുദ്രമദേവി എന്ന സ്ത്രീ ആയിരിക്കും. പ്രജകളെ, പുതിയ ചരിത്രത്തിന് നാന്ദി കുറിക്കാനുള്ള ശ്രമം മാത്രമാണിത്. ഇന്നലെ വരെ രുദ്രദേവ യുവരാജന് ജയഘോഷം മുഴക്കിയ നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇന്ന് രുദ്രമദേവിയെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് സ്ത്രീ ആയതുകൊണ്ടാണ്. ഈ രാജ്യം പരിപാലിക്കുന്നത് സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കൃഷികൾ നശിപ്പിച്ചു, ഞങ്ങളുടെ വീടുകളും കൊള്ളയടിച്ചു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാകുന്നു. നാട് മുഴുവൻ ജൈനമഠങ്ങൾ നശിപ്പിക്കപ്പെട്ടു. എത്രയോ ജൈന ഗുരുക്കന്മാരെ കൊന്നൊടുക്കി. അത് ചിലരുടെ കുതന്ത്രമാണ്. കുതന്ത്രമാണെങ്കിൽ രുദ്രദേവി യുവരാജനായിരുന്നപ്പോൾ സംഭവിക്കാത്തത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ പുരുഷൻ എന്നാൽ ഭയവും സ്ത്രീ എന്നാൽ പുച്ഛവും, അല്ലാതെന്ത്? ആ ഭയം കൊണ്ടല്ലേ 25 വർഷങ്ങളായി താങ്കൾ ഈ സത്യം പുറത്തറിയിക്കാതിരുന്നത്. ഇത്രയും കാലം ഗണപതി ദേവ ചക്രവർത്തിയുടെ ആജ്ഞകൾ അംഗീകരിച്ച ഞങ്ങൾക്ക് ഈ സാമ്രാജ്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സാമന്ത രാജ്യങ്ങൾ ഞങ്ങൾ തന്നെ പരിപാലിച്ചുകൊള്ളാം. എന്റെ കർമ്മരാജ്യം ഇനി മുതൽ സ്വതന്ത്ര രാജ്യമാണ്. എന്റെ മുലിക് രാജ്യം ഇനി കാകതീയ സാമ്രാജ്യത്തിന് കപ്പം കെട്ടില്ല. എന്റെ ഭാഗനാടും ഇനി മുതൽ സ്വതന്ത്രമാണ്. ഒരു സ്ത്രീക്ക് ജയഘോഷം മുഴക്കുക എന്ന് പറഞ്ഞാൽ എന്റെ രാജ്യത്തിന് അത് അപമാനമാണ്. വിട്ടുകൊടുത്തോളൂ.